അടിപൊളി ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷേ അത് എങ്ങനെ ബിസിനസ് ആക്കി മാറ്റണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. കയ്യിൽ കാശുണ്ട്, പക്ഷെ അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബിസിനസ് പൊട്ടിയാൽ ആ കാശ് നഷ്ടമാവുന്നുള്ള ടെൻഷൻ ഉണ്ടോ? നിങ്ങൾക്കറിയാമോ, ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ കുറെ കോമൺ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിച്ച് ഒരു സക്സസ്ഫുൾ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും? എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചുപേർ വിജയിക്കുകയും കുറച്ചുപേർ പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്താണ് അതിന്റെ കാരണം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. ഫ്രീഡം മലയാളം മണി ചാനലിലെ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് അവിനാശ്. Hello Avinash. Hello Karishma, how are you? I'm fine. What about you? Yeah, good. Okay. Yeah, very nice talking with you. ഇപ്പം അവിനാശ്, നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഈവൻ ഞാനും അവിനാശും ഉൾപ്പെടുന്ന എല്ലാ യങ്സ്റ്റേഴ്സും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ്സാണ്. ഇപ്പോൾ ആർക്കും തന്നെ ആരുടെ അണ്ടറിൽ ജോലി ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമൊന്നുമില്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം, സ്വന്തമായിട്ട് സാലറി കൊടുക്കുന്ന ഒരാളാവണം എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഞാനല്ല എന്നെ പോലുള്ള ഒത്തിരി യങ്സ്റ്റേഴ്സ് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കറക്റ്റ് ബിസിനസ് ഐഡിയ ചൂസ് ചെയ്യുന്നത്? ഐഡിയ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പേ ഒരു ഓവറോളായിട്ട് നമുക്ക് പറയാനുള്ളത് കാര്യം, നമ്മൾ കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അത് യങ്സ്റ്റർ ആവട്ടെ പ്രായമുള്ളവരാവട്ടെ, എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ് 80%. അതിപ്പം ഞാനാണെങ്കിലും കരിഷ്മയാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളാണെങ്കിലും, നമ്മൾ ഒന്ന് കൂടുന്ന സമയത്ത്, നമ്മളെല്ലാവരും കൂടി ഒരു ഡിന്നറിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സൗഹൃദ സദസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് എന്തെങ്കിലും തുടങ്ങിയാലോ, നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവണം. ചിലത് സക്സസ് ആവും, ചിലത് സക്സസ് ആവില്ല. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ സക്സസ് ആകുന്ന ബിസിനസ്, സക്സസ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവർ ചൂസ് ചെയ്ത ചില പാതകളുണ്ട്. അതായത് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു നഗരത്തിൽ ചെല്ലുന്നു, അവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ വസ്തു അവിടെ കുറവാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തേങ്ങ. നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ നമ്മൾ ചെല്ലുന്നു, അവിടെ തേങ്ങയില്ല. അവിടെ തേങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് തേങ്ങയുടെ ഇമ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും തേങ്ങ നമുക്ക് നമ്മളുള്ള ഒരു നഗരത്തിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ ബാംഗ്ലൂരാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ബാംഗ്ലൂർ തേങ്ങയുടെ അവൈലബിലിറ്റി കുറവാണ് എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ തേങ്ങ അവിടുന്ന് നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടോ, അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്തിട്ട് നമുക്കത് ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കുറവായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിന് ഡിമാൻഡ് എങ്ങനെയാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇല്ല, പക്ഷേ അതിന് ഡിമാൻഡ് വളരെ വളരെ കൂടുതലാണ്. സോ ദർ ഇസ് എ ബിസിനസ്, അല്ലേ? എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഡിമാൻഡ് സപ്ലൈ തിയറി. എക്സാക്ട്ലി, അവിടെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ എന്തിനാണ് കൂടുതൽ പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്. അതായത് ആളുകളുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ അവർക്കൊരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, ആ പ്രൊഡക്റ്റ് ഇല്ല. ആ പ്രൊഡക്റ്റിന് വേണ്ടി അവർ പേ ചെയ്യാൻ റെഡിയാണ്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസുകൾ ഏതാണെന്ന് നമ്മൾ നോക്കി വയ്ക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയാണെങ്കിൽ, അതും നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പാഷൻ എന്താണ്. നമ്മളൊരാൾ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനോടൊരു പാഷൻ വേണം. ഒരാൾ സിനിമാ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് അതിനോടുള്ള പാഷൻ കൊണ്ടാണ് പോകുന്നത്. ആരും എങ്കിൽ കുറേ കാലം ജോലി ചെയ്തു, ഇനി കുറച്ച് ബിസിനസ് ചെയ്യാം, അങ്ങനെയുള്ള ചിന്താഗതി വെച്ച് ഒരിക്കലും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. മോസ്റ്റ് ആൾക്കാരും തോക്കാനുള്ള റീസൺ. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം ആണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. മൊത്തത്തിൽ പൊട്ടിപ്പോയി. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ബിസിനസ്സിനോടുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ആക്ച്വലി ആ ടോപ്പിക്കിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ വാട്ട് യു ലവ് ടു ഡു, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ബേക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ആ ബേക്കിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ബിസിനസ്സിനുള്ള ഒരു ആശയമുണ്ട്. ആ ബേക്കിംഗ് സ്കിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഒരു പ്രൊഫഷനാക്കിയാലോ എന്നൊക്കെ നമ്മൾ പരസ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതൊരു ബിസിനസ്സാക്കി മാറ്റി അതിലൂടെ പ്രോഫിറ്റ് നേടാൻ പറ്റും. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളും ഇന്നിവിടെ നിലവിലുണ്ട്. സോ ദാറ്റ്സ് സംതിങ് എൽസ്.
ഇപ്പോൾ അവിനാശ് എങ്ങനെയാണ് ഒരു ബിസിനസ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ബിസിനസ് ഐഡിയ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഐഡിയ ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കില്ല് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഫുൾ കംപ്ലീറ്റ് ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഒരു പ്ലാൻ ആക്കി മാറ്റുന്നത്? സോ കരിഷ്മ ചോദിച്ചു ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷേ അത് എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേം ഉണ്ട്, അതായത് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയും. അത് കുറച്ച് സെഗ്മെൻറ്റ്സ് ആയിട്ട് കുറച്ച് നറേഷൻ അതിനകത്ത് വരുന്നുണ്ട്, ഞാനത് പറയാം. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസിനെ കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പരിധി വരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിലേക്ക് ഞാൻ വരാം. അതായത് അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സെഗ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മൾ ബേക്കറിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഈ ബേക്കറിയുടെ കൺസ്യൂമേഴ്സ് പ്രധാനമായിട്ട് ആരാണ്? ഫാമിലിയാണ്. അധികവും കുട്ടികൾ, അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ബേക്കറിക്ക് ഉണ്ടാവുക. സോ അതാണ് ഇതിൻ്റെ കസ്റ്റമർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ പ്രൊഫഷനും, ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ബിസിനസ് ആണെങ്കിൽ അതിലേക്ക് ഫോട്ടോഗ്രാഫി, പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫി ഉണ്ട്, വെഡിങ് ഇവൻറ്റ്സ്, പിന്നെ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി. സോ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അത് ഒരു പ്ലാനാണ്. സോ അടുത്തൊരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയും. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവില്ല. നമുക്കൊരു യുണീക്നെസ് അവിടെ ഇല്ല. അപ്പോൾ വാട്ട് മേക്സ് യുവർ ബിസിനസ് യുണീക്ക്? നിങ്ങളുടെ ബിസിനസ്സിന് എന്താണ് പർട്ടിക്കുലറായിട്ട് ഉള്ളത്? അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണത്തിന് ബേക്കറിയുടെ ഉദാഹരണം തന്നെ പറയാം. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന പലഹാരങ്ങൾ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് യുണീക്കാണ്. അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചാനലാണ്. ചാനൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത്? അത് ഓൺലൈനായിട്ടാണോ, അല്ലെങ്കിൽ ഡെലിവറി പാർട്ട്ണർ വഴിയാണോ, അല്ലെങ്കിൽ ഒരു സാധാരണ സ്റ്റോർ വഴിയാണോ? അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കസ്റ്റമർ ഇസ് ദ കിങ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് കസ്റ്റമേഴ്സ് തിരിച്ചു വരണം. ഒരാൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അയാൾ യൂസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അവർക്ക് അനുഭവപ്പെട്ട് അവർ തിരിച്ച് നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഓൾസോ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്, റവന്യൂ സ്ട്രീംസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഡയറക്റ്റ് സെയിൽസ് ആയിട്ടാണോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ബൾക്ക് ഓർഡർ ആയിട്ടാണോ? ഇങ്ങനെയുള്ള റവന്യൂ സ്ട്രീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ട റിസോഴ്സസ് ആണ്. കീ റിസോഴ്സസ് എന്ന് നമുക്കൊരു ടേം പോലെ പറയാം. എന്തൊക്കെ ഒരു ബിസിനസ്, സ്വാഭാവികമായിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങും. ബേക്കറി തന്നെ ഉദാഹരണമായിട്ട് പറയാം. നമ്മളൊരു ബേക്കറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? ഒരു ഓവൻ വേണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഐറ്റംസ് വേണം, എംപ്ലോയീസ് വേണം, ഇൻഗ്രീഡിയൻസ് വേണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതായിട്ട് മുമ്പേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റിസോഴ്സസ് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? ആക്ടിവിറ്റിയാണ്. അതായത് റിസോഴ്സ് നമ്മൾ ഓവൻ വാങ്ങി വെച്ചാൽ പോരല്ലോ, അല്ലെങ്കിൽ നമ്മൾ മൈദപ്പൊടി വാങ്ങി വെച്ചാൽ പോരല്ലോ. ഇതൊക്കെ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ. സോ അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ എക്സാക്ട്ലി ആ രീതിയിൽ നമ്മൾ ബേക്കറി നമ്മളൊരു കോമൺ ഉദാഹരണമായിട്ട് പറയുന്നത്. ഇതുപോലെ ഇപ്പോൾ ടെക്നോളജി റിലേറ്റഡും അതുപോലെ ഫാഷൻ റിലേറ്റഡും, ഫാഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓർണമെന്റ്സ് അങ്ങനെ റിലേറ്റഡ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ആള് ഫസ്റ്റ് നമ്മളൊരു മുത്തുമാല ഉണ്ടാക്കുകയാണെങ്കിൽ മുത്ത് മേടിക്കും, പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വേണം. അതായിരിക്കും അല്ലേ ആക്ടിവിറ്റിയിൽ. അതെ, ആ രീതിയിൽ നമ്മൾ അതാ പറഞ്ഞത്, മുത്തുമാല ഉണ്ടാക്കാൻ മുത്ത് മേടിച്ച് വച്ചാൽ പോരാ, അത് കോർക്കണം. ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. സോ അതാണ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒറ്റയ്ക്ക് നാളെ തൊട്ടൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് പാർട്ട്ണർഷിപ്പ് വേണം. നമുക്ക് മറ്റ് അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് സപ്പോർട്ട് വേണം. അപ്പോൾ ബേക്കറി, അഗെയിൻ ബാക്ക് ടു ബേക്കറി. അപ്പോൾ നമ്മൾ ബേക്കറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇൻഗ്രീഡിയൻസ് വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈസ്. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ചാനൽ നമുക്ക് ആവശ്യമുണ്ട്. ഡെലിവറി ഏജൻസി പോലെയുള്ള ചാനലുകൾ നമുക്ക് ആവശ്യമുണ്ട്. സോ ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആലോചിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത്
നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ചിലവുകളാണ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഓവൻ വാങ്ങേണ്ട കാശ്, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അവസാനം വരെ ചിന്തിച്ച് അതിന് വേണ്ട പൈസ വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എക്സാക്ട്ലി. നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നടുക്കടലിൽ പെട്ട പോലെ ആയിപ്പോവും. ഓക്കെ, അവസാനം ഇടയ്ക്ക് വെച്ച് ഒന്നും ചെയ്യാൻ അങ്ങനെയാണ് ആളുകളൊക്കെ, ഓക്കെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാണ്, ഓക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങി പോകുമ്പോഴാണ് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ്, ഒരു സ്ട്രക്ചർ ഇല്ലാതെ അപ്പോൾ ഇറങ്ങുമ്പോഴാണ്. ബിസിനസ് ഐഡിയ മാത്രം പോരാ, പ്ലാനും വേണം. നിങ്ങൾക്ക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തന്നെ, ഈവൻ ഇഫ് യു ഹാവ് എ പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ബിസിനസ്, ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കോസ്റ്റ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അതും നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അതിനൊരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തു മനസ്സിൽ. ആ ഒരു എമൗണ്ട് നമ്മളേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവർ പറയാം ആക്ച്വലി ഇതല്ല, നമുക്ക് ഇപ്പുറത്ത് കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ. എക്സാക്ട്ലി. അതും കൂടെ അങ്ങനെയാണല്ലോ ഒത്തിരി പേര് ഇങ്ങനെ തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് നമ്മളുടെ വരുന്ന വരവും ചിലവൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബിസിനസ് മോഡൽ ക്യാൻവാസിനെ കുറിച്ച് പറഞ്ഞു, അതിൽ എങ്ങനെയാണ് നമ്മൾ മുൻകൂട്ടി നേരത്തെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഫിനാൻസ് പ്ലാൻ ചെയ്യുന്നത്? ഫിനാൻസ് ആണല്ലോ ബിസിനസിൻ്റെ മെയിൻ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങേണ്ട, ഐഡിയ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അതെങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഫിനാൻസ് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഫിനാൻസ് ആണ്. ഓക്കെ, നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ജനുവരിയാണ് മാസം. ജനുവരിയിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ ഫെബ്രുവരി തൊട്ട് നമുക്ക് വരുമാനം ലഭിക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്, അത് മണ്ടത്തരമാണ്. സോ നമ്മൾ ഒരു 12 തൊട്ട് 14 മാസം വരെയുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒരു പേഴ്സണൽ ഫിനാൻസിൽ ഒരു എമർജൻസി ഫണ്ട് പോലെ, ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് വരാൻ ഇനിയും വൈകുന്നു എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിന് മടുപ്പുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഒരു കാര്യമുണ്ട്. ചിലർ പറയാറുണ്ട് ലോൺ എടുത്തൊരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഉള്ളതിൽ നിന്നും എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ലോൺ എടുക്കുന്നത് ഒരു മണ്ടത്തരമാണോ? ലോൺ എടുക്കുന്നത് മണ്ടത്തരമല്ല. ആക്ച്വലി നമുക്കിവിടെ ഒരുപാട് ബിസിനസ് തുടങ്ങുന്നതിനായിട്ട് മുദ്രാ ലോൺ പോലെയുള്ള സ്കീമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീം, നമ്മുടെ ഫ്രീഡം മണിയിൽ തന്നെ ആ സ്കീമുകളെ പറ്റി നമ്മൾ ഒരുപാട് പറയുന്നുണ്ട് വീഡിയോസിൽ. പ്രേക്ഷകർക്ക് താഴോട്ട് പോയാൽ ആ വീഡിയോസ് കാണാൻ പറ്റും. ബിസിനസ് മോഡൽ ക്യാൻവാസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. വീഡിയോ ചാനലിൽ തന്നെ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ആപ്പിലും ഒത്തിരി കോഴ്സസും അവൈലബിൾ ആണ്. സോ അപ്പോൾ ലോൺ എടുത്ത് ബിസിനസ് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു പരിധി വരെ, കരിഷ്മ പറഞ്ഞ പോലെ, ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് ഫണ്ട് ഉണ്ട്. കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിലുള്ളത് വളരെ നല്ലതാണ്. അതിൽ നിന്ന് തന്നെ മാക്സിമം എടുക്കുകയാണെങ്കിൽ, ലോൺ ഈസ് എ ലയബിലിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ഗവൺമെൻറ് ലോണാണെങ്കിലും പേഴ്സണൽ ലോണാണെങ്കിലും എന്ത് ലോണാണെങ്കിലും ലോൺ എന്ന് പറയുന്നത് ബാധ്യതയാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഓൾറെഡി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങുന്നത് ഒരു കുറച്ച് പണമായി ബന്ധപ്പെട്ട ഒരു സർക്കിളിലേക്കാണ്. നമുക്ക് ചിലപ്പോൾ നഷ്ടം ഉണ്ടാകും, ലാഭം ഉണ്ടാകും, നമുക്കറിയില്ല. അതിൻ്റെ കൂടെ ലോണും വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊരു ഹെഡ് ഏക്ക് നമുക്ക് ഉണ്ടാകും. സോ ലോൺ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ലോൺ എടുക്കാതെ ഒരു തരമില്ല എന്നുള്ള സാഹചര്യത്തിൽ ലോൺ എടുക്കാം. അത് കൃത്യമായിട്ടുള്ള സ്കീമുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതാണ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചതിന് ശേഷം മാത്രം. അതെ, എഗെയിൻ നമ്മുടെ ഫ്രീഡം മണിയുടെ ചാനലിനകത്ത് എങ്ങനെ ലോൺ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ അതാണ് ആ കാര്യം. അപ്പോൾ ഇതിൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, പേഴ്സണൽ ഫിനാൻസ് നമ്മൾ സംസാരിച്ചു. ഇനി ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ് ഫിനാൻസിന് നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നു, നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നു. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്, ഒരു ബിസിനസ് പറയൂ, ഏതെങ്കിലും ഒരു ബിസിനസ്. ബേക്കിംഗ്. അതാണല്ലോ ബേക്കിംഗ് ആണല്ലോ എക്സ്പീരിയൻസ്. ഇത് ഞങ്ങളൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ബിസിനസ്സും ഈ ഒരു സ്ട്രക്ചറിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ഒരു ബേക്കറി നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? ഒരു കടമുറി, അല്ലേ? ഒരു കടമുറി, അതിനകത്ത് 1-2 ഫർണിച്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ ഇട്ട് വെക്കുന്ന കുറേ ചില്ല് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ചെറിയൊരു കബോർഡ് ആവശ്യമുണ്ട്. പിന്നെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ടുള്ള കുറച്ച് മെഷീനറീസും കമ്പ്യൂട്ടർ, നമ്മൾ ഇപ്പോൾ എല്ലാം കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാവശ്യമുണ്ട്, അതാവശ്യമുണ്ട്. പിന്നെ അതൊക്കെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനീഷ്യൽ കോസ്റ്റ്, നമ്മളൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള കോസ്റ്റിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്, അതായത് പ്രവർത്തന മൂലധനം. നമ്മൾ ഒരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെൻ്റ് ആവശ്യമുണ്ട്. സോ ഇതെല്ലാം മാസം നമുക്കുണ്ടാകുന്ന ചിലവാണ്. അതുപോലെ റോ മെറ്റീരിയൽസ് നമുക്ക് തീരുന്ന സമയത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലും നമുക്ക് ആവശ്യമുണ്ട്. സോ ബിസിനസ് ഫിനാൻസിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ 2 സെക്ഷനാണ്.
ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബിസിനസ് ഐഡിയനെ കുറിച്ച് പറഞ്ഞു, ബിസിനസ് മോഡൽ ക്യാൻവാസ് അതെങ്ങനെ പ്ലാൻ ചെയ്യും പറഞ്ഞു, അതിൻ്റെ ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ റെഡിയാണ്. ഈ ബിസിനസ്സിന് ഒരു നല്ല പേര് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പേരും ബിസിനസ്സിൻ്റെ സക്സസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പേരിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പേര് എന്നതിലുപരി കുറച്ചും കൂടെ നമുക്ക് ബിസിനസ് പരമായിട്ട് പറയുകയാണെങ്കിൽ ബ്രാൻഡിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അതായത് ഒരു പേര് നമ്മൾ ഇടുന്നു, ഒരു പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ആ പേര് നമ്മൾ ജനങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്ന ഒരു പ്രോസസ്സുണ്ട്. അവിടെയാണ് ബ്രാൻഡിങ്ങിൻ്റെ പ്രാധാന്യം. അതായത് അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ വരും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ വരും. എത്രയോ ഹോട്ടലുകൾ സക്സസ് ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എത്ര ഫുഡ് കൊളാബ്, കറക്റ്റ്, എത്ര ഭക്ഷണവുമായി ബന്ധപ്പെട്ട എത്ര റീലുകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ അവസാനത്തിൽ ഏതെങ്കിലും ഇന്ന് ഫുഡ് കഴിക്കാൻ ഇവിടെ പോകും. ഇപ്പോൾ വയനാട് പോത്തുംകാലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഡിഷ് ഫേമസ് ആയത് അല്ലെങ്കിൽ ആ ഒരു ഹോട്ടൽ ഫേമസ് ആയത് ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങൾ വഴിയാണ്. അത് തന്നെ വേറൊരു സെക്ടറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനം. എക്സാക്ട്ലി, വളരെ വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ആക്ച്വലി ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേര് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ആ എല്ലാ നൂതനമായ മാർഗ്ഗങ്ങളും നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പണ്ടൊക്കെ പോസ്റ്റർ അടിക്കും, പോസ്റ്റർ അടിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മാർക്കറ്റിംഗ്, പത്രത്തിലുള്ള പരസ്യം. ബിസിനസ് അതുപോലെ ഡിമാൻഡിങ് ആയിട്ടുള്ളത്. ഇപ്പൊ പോസ്റ്ററിങ്ങിന്റെ ആവശ്യമില്ല, നമ്മളിപ്പോ തന്നെ അറിയാതെ പറഞ്ഞതാണ്. അതെ, കാലഘട്ടത്തിനനുസരിച്ചുള്ള ചൂസിങ് ആണല്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിജിറ്റൽ ഫുഡ് പ്രോഡക്റ്റ്, എസ്പെഷ്യലി ഫുഡ് പോലെയുള്ള ഐറ്റംസിന് വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസർമാരെ വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. കുറച്ച് കോസ്റ്റാണ്, ബട്ട് സ്റ്റിൽ വൺസ് യു ആർ ക്ലിക്ഡ്, നമ്മൾ സിനിമയിലൊക്കെ പറയില്ലേ, നമ്മൾ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടെന്ന് പറയില്ലേ, അതേ മോഡലാണ് ഇവിടെയും സംഭവിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പേരിനും പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ പേരിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതുപോലെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഐഡിയ നമ്മളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊരു ബേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ലൊക്കേഷൻ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എവിടെയാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ ലൊക്കേഷൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മളൊരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ കസ്റ്റമേഴ്സ് ഇല്ല. പക്ഷേ ഒരു ഹോട്ടൽ നമ്മൾ ഒരു കോളേജിൻ്റെ പരിസരത്ത് നമ്മൾ തുടങ്ങുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഒരു IT കമ്പനിയുടെ പരിസരത്ത് ഒരു ചായക്കട തുടങ്ങുന്നു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെയുള്ള ഒരു സൈബർ സിറ്റിയിൽ ഒരു ചെറിയ IT സ്റ്റാർട്ടപ്പ് നിങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് പ്രധാനമായിട്ടും എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ആ ചിന്തിച്ചതിന് ശേഷം അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പം ബിസിനസ് നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് അത്രയും അൾട്രാ റിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒറ്റയ്ക്ക് തുടങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു റൈറ്റ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത്? ചൂസിങ് ദ റൈറ്റ് പാർട്ട്ണർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ യു സ്റ്റാർട്ട് എ ബിസിനസ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ സൗഹൃദം നശിപ്പിച്ചത് ബിസിനസ് തുടങ്ങിയിട്ടാണ്. പൈസ കാര്യം വരുമ്പോഴത്തേക്കും എല്ലാവരുടെ സ്വഭാവം അതാണ് മെയിനായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ കാരണം. കാരണം ഇപ്പൊ നമ്മൾ ഒരു കടം കൊടുത്തിട്ട് പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാവുന്ന സിറ്റുവേഷൻ. അത് 5,000-10,000 ആണ്. പക്ഷേ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു കറക്റ്റ് ആളിനെ ചൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മളൊരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അവരുടെ വിഷൻ നമ്മുടെ വിഷനുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാം. അതിനുശേഷം അവരുടെ സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ എൻ്റെ സ്കില്ല് കണ്ടൻറ് ക്രിയേഷനാണ്, കരിഷ്മയുടെ സ്കില്ല് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ സ്കില്ലും കരിഷ്മയുടെ കണ്ടൻറ് മാർക്കറ്റിംഗ് സ്കില്ലും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അതെ, ഇപ്പം ഷെഫിനെയും ടെക്നോളജി റിലേറ്റഡ് ആളിനെയും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളുടെ ഇത് മാച്ച് ആവണം. ഫ്യൂച്ചറിൽ ബിസിനസ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരാളെയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു കോംപ്ലിമെൻ്ററി സ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കരിഷ്മ മാർക്കറ്റിങ്ങിൽ മാത്രമാണ് ഫോക്കസ്ഡ് ആയിരിക്കുന്നത്, പക്ഷേ കരിഷ്മയ്ക്ക് കണ്ടന്റ് ക്രിയേഷൻ കൂടെ സാധിക്കും എന്നുള്ള ഒരു സ്കില്ല് കൂടെ ഉണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് എന്ന് പറയാൻ പറ്റില്ല, മൾട്ടി സ്കിൽഡ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് നമ്മുടെ ബിസിനസ്സിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ റൺ ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ അത് നൽകുന്നു. അതുകൂടാതെ ഇടയ്ക്കിട്ടിട്ട് പോകരുത്, സ്ഥിരതയുള്ള ഒരാളാണ് വേണ്ടത്. ഇടയ്ക്കിട്ടിട്ട് പോകുന്ന പരിപാടി അങ്ങനെയുള്ള ആളുകളായിട്ട് കൂടരുത്. പോയാൽ പിന്നെ തീരുമാനമാവല്ലേ? അതെ, തുടങ്ങിയവർ കുടുങ്ങി എന്നുള്ള അവസ്ഥയിലേക്ക് ഇത് പോകരുത്. അപ്പോൾ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ബിസിനസ് പാർട്ട്ണർക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ സിമ്പിൾ കാര്യങ്ങൾ
ഈ സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ബിസിനസ് കൊണ്ടുപോകാം. മൈക്രോസോഫ്റ്റിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് മൈക്രോസോഫ്റ്റിൻ്റെ ബിസിനസ് പാർട്ണർ പോൾ അലൻ ആയിരുന്നു. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സിൻ്റെയാണ്. അപ്പോൾ പോൾ അലൻ എന്ന് പറയുന്ന ആളുടെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് പുള്ളി ടെക്നിക്കലി ലെജൻഡായിരുന്നു. അപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ വിഷനും പോൾ അലൻ്റെ ആ ഒരു ടെക്നിക്കാലിറ്റിയും വെച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് നമ്മൾ ഇന്ന് കാണുന്ന മൈക്രോസോഫ്റ്റായി മാറിയിരിക്കുന്നു. സോ അതൊരു വലിയ എക്സാമ്പിൾ തന്നെയാണ്. ഈ ഒരു സെയിം പാറ്റേൺ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യലാണ് മെയിൻ അല്ലേ? പൈസേനേക്കാളും പ്രധാനം അവരുടെ ടാലന്റും സ്കില്ലും. പൈസയും പ്രധാനമാണ്. പൈസ വേണം, ഓഫ് കോഴ്സ്. പൈസ മാത്രം ഉണ്ടായാൽ പോരാ. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് ബിസിനസ് തുടങ്ങണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൈസൻസ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ലൈസൻസ് നേടുന്നത്? ലൈസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം നിങ്ങളുടെ ബിസിനസ് ഏത് മോഡലിലാണ് വരുന്നത് എന്ന് തീരുമാനിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, അതല്ല പാർട്ട്ണർഷിപ്പ് ആണോ, അതുമല്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ? ഇത് മൂന്നും ഇതിലേതാണ് നിങ്ങളുടെ സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. അതിനുശേഷം ആവശ്യമായ എല്ലാ ലൈസൻസുകളും നിങ്ങൾ എടുക്കുക. GST ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ് എങ്ങനെയാണ് നേടുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം സെറ്റാണ്. ഐഡിയ എടുത്തു, പ്ലാൻ ഉണ്ടാക്കി, അത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാം റെഡിയാക്കി. ഇനി ഞാൻ എങ്ങനെയാണ് ഇതൊന്ന് ലോഞ്ച് ചെയ്യുന്നത്? ലോഞ്ചിങ്ങിന് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മളൊരു തുണിക്കട തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ലോഞ്ചിൻ്റെ സമയത്ത് ഒരു പെർട്ടിക്കുലർ ഡേയിലാണല്ലോ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ വീട്ടുകാരെ വിളിക്കും, നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കും, നമ്മുടെ ബന്ധുക്കളെ വിളിക്കും, അല്ലെങ്കിൽ അലറച്ചില്ലറ കുറച്ച് വീട്ടിൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളെ വിളിക്കും. തെറ്റാണ് ആ ഒരു പ്രോസസ്സ്. നമ്മളൊരു ബിസിനസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് നാട്ടുകാരെ അറിയിക്കുക. ജനുവരി 25-ാം തീയതി എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്, എൻ്റെ തുണിക്കടയുടെ ഉദ്ഘാടനമാണ്. ആ 25-ാം തീയതിക്കുള്ളിൽ എൻ്റെ നാട് കണ്ണൂരാണ്. ആ 25-ാം തീയതിക്കുള്ളിൽ കണ്ണൂരിലെ എത്ര ജനങ്ങളെ എൻ്റെ ഷോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ജനങ്ങളെ അവിടെ എത്തിക്കുക. അതിന് എന്തൊക്കെ ചിലവ് വരുമോ അത് ചെയ്യുക. അത്തരത്തിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടനത്തിനായിട്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടുവരാം, നമ്മുടെ ബഡ്ജറ്റിന് കണക്കായിട്ട് ഏതൊക്കെ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ദർ ഈസ് സംതിങ് കമ്മിങ് അപ്പ് എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകൾ. ഇപ്പോൾ കല്യാൺ സിൽസിൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഒരു മീഡിയ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും ടെലിവിഷൻ ആയാലും അത് വാച്ച് ചെയ്യുന്ന ആർക്കും കല്യാൺ സിൽസിൻ്റെ ഉദ്ഘാടനം എപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി ധാരണയുണ്ടാവും ഏകദേശം. കാരണം അവർ ആ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ലോഞ്ച് ഡേയിലേക്ക് ആളുകളെ എത്തിക്കുക. ആ ആളുകളെ നിങ്ങളുടെ കസ്റ്റമറാക്കി മാറ്റുക. എങ്ങനെ കസ്റ്റമറാക്കി മാറ്റും? നമുക്ക് ഉദ്ഘാടന ദിവസം ചെറിയ ഓഫറുകൾ കൊടുക്കാം, അതുപോലെ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കാം. അങ്ങനെ അത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ വരുന്ന ആളുകളെ നമ്മളെ കസ്റ്റമറാക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സ് കൂടെ നമുക്ക് ചെയ്യാം. സോ ലോഞ്ചിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ലോഞ്ച് ഡേ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു തുറുപ്പ് ചീട്ടാണ്, അവരുടെ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് അവിനാശ് നമുക്കിന്ന് പറഞ്ഞു തന്നത്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ എല്ലാം ആൻസറാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയത്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെ ബിസിനസ് ആക്കാം, എന്തുകൊണ്ടാണ് കുറച്ച് പേർ ബിസിനസ്സിൽ പരാജയപ്പെടുന്നത്, കുറച്ച് പേർ വിജയിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞു തന്നത് അവിനാശാണ്. താങ്ക് യു സോ മച്ച് അവിനാശ്. യു വെൽക്കം. ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് അത് താഴെ കമൻറ്റ് ബോക്സിലും ഇടൂ. നമുക്ക് പുതിയ വീഡിയോസും ചെയ്യാവുന്നതാണ്.